നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 19, 2025 വെള്ളി. ഇന്നലെ യു.എസിൽ നിന്നും നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. അവയുടെ റിസൾട്ടിനെ കുറിച്ചും ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്നലെ തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും നേരിയ നഷ്ടത്തോടു കൂടിയിട്ടാണെങ്കിലും ഫ്ലാറ്റായിട്ട് വ്യാപാരം ഇന്ത്യൻ മാർക്കറ്റിന് അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുമുണ്ടായി. മാത്രമല്ല ഇന്നലെയും ഈ മാസത്തെ തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 595.78 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ള ബൈയിങ് ഇന്നലെ വർദ്ധിപ്പിക്കുകയുണ്ടായി 2700.36 കോടി രൂപയ്ക്ക്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്നും നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,900 തുടർന്ന് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. ഇനി അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ ഇന്നലത്തേതുപോലെ തന്നെ 25,750 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും തുടർന്ന് 25,700 എന്ന ലെവൽ മറ്റൊരു പ്രധാന സപ്പോർട്ടുമായിട്ട് മാറിയേക്കാം. അവസാനത്തെ ആഴ്ചയുടെ വീക്കിലി ലോ ആയതുകൊണ്ട് തന്നെ ഈ ലെവലും ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ തുടർന്ന് 25,500 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യലും ആണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം 5 മണിയോടുകൂടി മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സിന്റെ റിലീസുണ്ട്. അതുകൂടാതെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെയും റിലീസും അതിനു പുറമെ നടക്കാനിരിക്കുന്നു. ഇന്നലെ യു.എസിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയിൽ ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന് ഒക്ടോബർ മാസത്തെ ഡേറ്റ ഇതുവരെ റിലീസ് ചെയ്യുകയുണ്ടായില്ല. എങ്കിലും സെപ്റ്റംബർ മാസത്തെ വെച്ച് നോക്കുമ്പോൾ നവംബറിലെ ആനുവൽ ഇൻഫ്ലേഷൻ റേറ്റ് 3.1% എന്ന മാർക്കറ്റ് ഫോർകാസ്റ്റിനെ മറികടന്നുകൊണ്ട് നവംബർ ആയപ്പോൾ 2.7% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൂടാതെ യു.എസിലെ കോർ CPI അപ്രതീക്ഷിതമായി 2021 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലേക്കും എത്തിച്ചേർന്നു. ഇന്നലെ യു.എസിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയുടെ പ്രതിഫലനവും ഇന്നലെ യു.എസ് മാർക്കറ്റിലും പ്രകടമായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ വെളുപ്പിന് 5 മണിയോടുകൂടി ജപ്പാനിൽ നിന്നും നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. അതുകൂടാതെ രാവിലെ 8:30 തന്നെ ജപ്പാനിൽ നിന്നും ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരാനിരിക്കുന്നു. ഉച്ചയ്ക്ക് 12:30 ജർമ്മനിയിൽ നിന്നും ജനുവരി മാസത്തെ JFK കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയുടെ റിലീസ് ഉണ്ട്. അതേസമയം 12:30 തന്നെ UK-യിൽ നിന്നും നവംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ വരാനിരിക്കുന്നു. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 8:30 യു.എസിൽ നിന്നും നവംബർ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റയുടെ റിലീസുമുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ് ആയിരുന്നു യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. ഇന്നലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് 2.15% സ്റ്റഡി ആയിട്ടാണ് നിലനിർത്തുകയും ഉണ്ടായത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ്, HDFC ബാങ്ക്, ICIC ബാങ്ക് ADRകൾക്ക് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ വിപ്രോ ADRന് 0.5%, ആക്സിസ് ബാങ്ക് ADRന് 1.5% നേട്ടം കൈവരിക്കാനായി. അതേസമയം ഇന്നലെ ഇൻഫോസിസ് ADRന് 5.27% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യു.എസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 337 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടരുന്നത്. ബെറ്ററായിട്ട് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റയെ തുടർന്ന് ഇന്നലെ S&P 500-ന് 1% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ നാസ്ഡാക്കിന് 1.37% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.25% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ഇന്ന് വെളുപ്പിനെ ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.25%, കൊറിയൻ മാർക്കറ്റ് 0.5%-നടുത്തും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $59.64 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില
$55.81 പെർ ബാരൽ എന്ന നിലയിലുമായിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോൾഡിന്റെ വില $4331.97 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ട് വ്യാപാരത്തിൽ തുടരുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.68 എന്ന നിലയിലും മാക്സ് പെയിൻ 25,850 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ നിഫ്റ്റിക്ക് നേരിടേണ്ടി വന്ന നഷ്ടങ്ങളൊക്കെ ഭൂരിഭാഗവും തിരിച്ചുപിടിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ലോങ് അപ്പർ ആൻഡ് മൈനർ ലോവർ ഷാഡോയോടുകൂടി ഇൻവേർട്ടഡ് ഹാമർ ടൈപ്പ് പാറ്റേണിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് ഇന്നലെയും അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ട് വന്നെങ്കിലും മിഡ് ഡേ മൂവിംഗ് ആവറേജായ 50 ഡേ EMയ്ക്ക് മുകളിലായിട്ട് ഇന്നലെയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും RSI 46.37 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ ദൃശ്യമാകുന്നത്. അതേസമയം 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.69 എന്ന നിലയിലും മാക്സ് പെയിൻ 59,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷർ വീക്കൻ ചെയ്യുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ഇൻവേർട്ടഡ് ഹാമർ ടൈപ്പ് പാറ്റേണിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജായ 20 ഡേ EMA ഇൻട്രാഡേ ബേസിസിൽ മറികടക്കുവാൻ സാധിച്ചെങ്കിലും അത് നിലനിർത്തുവാനുമായില്ല. തൽഫലമായി ഇന്നലെയും ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളേണ്ടതായിട്ടും വന്നു. RSI 49.58 എന്ന ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 59,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ ദൃശ്യമാകുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക്നോളജീസ് ടെലികോം വ്യവസായത്തിൽ വിപണിയിലെ മുൻനിര സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഹൂലറ്റ് പക്കാർഡ് എന്റർപ്രൈസസിൽ നിന്നും $160 മില്യൺ ടെൽകോ സൊല്യൂഷൻസ് ബിസിനസ് വാങ്ങുന്നതിനായിട്ടുള്ള കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. ആംബർ എന്റർപ്രൈസസ് ഇന്ത്യ പഞ്ചാബിലെ HVAC ഉൽപ്പന്നങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിക്കുന്നതിനും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി കമ്പനി 500 കോടി രൂപ നിക്ഷേപിക്കുവാൻ പദ്ധതിയിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. GPT ഇൻഫ്രാ പ്രോജക്ട്സ് കമ്പനിയുടെ സംയുക്ത സംരംഭത്തിന് ഫ്ലൈ ഓവർ നിർമ്മാണത്തിനായി ഗ്രേറ്റർ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് 1,804.48 കോടി രൂപയുടെ കരാർ ലഭിക്കുകയുണ്ടായി. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ മഹാരാഷ്ട്രയിലെ വെസ്റ്റേൺ കോൾ ഫീൽഡിൽ കൽക്കരി ഗ്യാസിഫിക്കേഷൻ പദ്ധതി സ്ഥാപിക്കുന്നതിനായി കോൾ ഇന്ത്യയുമായി സംയുക്ത സംരംഭം രൂപീകരിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. സംയുക്ത സംരംഭത്തിൽ BPCLന് 49%, കോൾ ഇന്ത്യക്ക് 51% ഓഹരി പങ്കാളിത്തമുണ്ടാകും. നീരജ് സിമന്റ് സ്ട്രക്ചറൽസ് കമ്പനിക്ക് 322.27 കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചു. ഏരീസ് ഇൻഫ്രാ സൊല്യൂഷൻസ് JS ഇൻഫ്രാ സൊല്യൂഷനുമായി കമ്പനി ഒരു തന്ത്രപരമായ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ FMCG അനുബന്ധ സ്ഥാപനമായ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉദയംസ് അഗ്രോ ഫുഡ്സിന്റെ ഭൂരിഭാഗം ഓഹരികളും ഏറ്റെടുത്തു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.